ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നിശബ്ദമായിരിക്കുന്നതാണ് സമാധാനം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. എല്ലായിടങ്ങളിലും അനീതിയും അഴിമതികളും അക്രമങ്ങളും നിറവാടുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉയരുന്നില്ല എന്നത് ഈ കാലഘട്ടത്തെ തകർത്തു കളയുന്ന ചില അനുഭവങ്ങളാണ്. എല്ലാം പെർഫെക്റ്റായി നടക്കുന്നു എന്നതുകൊണ്ടല്ല പലരും നിശബ്ദമായിരിക്കുന്നത്. മറ്റാരും ഉയർത്താത്ത ശബ്ദം ഞാൻ എന്തിന് ഉയർത്തണം എന്ന ചിന്തകളിൽ അനീതികളും അക്രമങ്ങളും അഴിമതികളും നടക്കുന്നതിന്റെ മധ്യേ നാം പലരും നിശബ്ദരായിട്ട് മാറിപ്പോകുന്നുണ്ട്. ചിലരൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ പ്രതികരിക്കുന്നത്, ഞാൻ ശബ്ദിക്കുന്നത്, ഒരുപക്ഷെ അനീതികൾക്കും തെറ്റിനും എതിരെ ഞാൻ നിലകൊള്ളുന്നത് അത് എന്റെ നാളുകൾക്ക്, എന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന്, സമാധാനത്തിന് വിഘാതമായി മാറും എന്നതുകൊണ്ട് നിശബ്ദരായി മാറ്റപ്പെടുന്ന അനേകം ജീവിതങ്ങളുണ്ട്. പ്രിയ ദൈവജനമേ, ഭയമാണ് നമ്മെ നിശബ്ദരാക്കി മാറ്റുന്നത്. നമുക്കുള്ളത് നഷ്ടമാകും എന്ന ഭയം പലപ്പോഴും നമ്മെ നിശബ്ദരാക്കി മാറ്റുകയാണ്. ചിലയിടങ്ങളിലൊക്കെ ചിലരുടെ ശബ്ദങ്ങളെ മനഃപൂർവ്വമായിട്ട് നിശബ്ദമാക്കി മാറ്റുന്നുണ്ട്. അയോഗ്യമായ, യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ഥാനങ്ങളും മാനങ്ങളും അധികാരങ്ങളും സമ്പത്തും നൽകി പലയിടങ്ങളിലും ശബ്ദങ്ങളെ അമർച്ച ചെയ്യുവാനും മൂടിവെക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ഇത്തരം കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ വചനം നമ്മോട് പറയുന്നുണ്ട്, നീ ശബ്ദിപ്പാൻ തയ്യാറാണോ? നീ ശബ്ദമുയർത്തുവാൻ തയ്യാറാണോ? അനേകം പേർ നിശബ്ദരായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ നീ തയ്യാറാണോ? പ്രിയ ദൈവജനമേ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നിശബ്ദരായിരിക്കണം എന്നല്ല. തെറ്റുകളെ ചൂണ്ടിക്കാട്ടുവാനും അഴിമതിക്കെതിരെയും പീഡനങ്ങൾക്കെതിരെയും നിലകൊള്ളുകയാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് വ്യക്തി ജീവിതങ്ങളെ കുറിച്ചാണ്. ഒരു കാലഘട്ടത്തിൽ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പീഡനങ്ങളുടെ, പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളുടെ മധ്യേ പാട്ടുകൾ എഴുതി പ്രതികരിച്ച ദാവീദ് എന്ന ഇടയ ബാലനെ കുറിച്ചാണ്. മറ്റൊന്ന്, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹിരൺ ദാസ് എന്ന റാപ്പ് സിംഗറുടെ പാട്ടുകളാണ്. ഈ രണ്ടുപേരും തങ്ങളുടെ വേദനകളെ, തങ്ങളുടെ അനുഭവങ്ങളെ, തങ്ങളുടെ പ്രതിഷേധങ്ങളെ പാട്ടുകളിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ എഴുതുവാനായിട്ട് ആഗ്രഹിക്കുകയും അത് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ്. ഈ ജീവിതങ്ങൾ നമുക്ക് നൽകുന്ന മാതൃക എന്താണ്? അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? ആദ്യമായിട്ട് നാം ചിന്തിക്കുന്നത് ചരിത്രത്തിലെ നിശബ്ദമാക്കപ്പെട്ട പീഡനങ്ങളാണ്, അനീതികളാണ്. നാം ജീവിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെട്ടത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും അമൂല്യ സമ്പത്തിന്റെയും നാടായി മാത്രമല്ല, കൊടിയ പീഡനങ്ങളുടെ, അഴിമതികളുടെ, അക്രമങ്ങളുടെ നാടായി കൂടിയാണ്. അനേകം ജീവിതങ്ങൾ നിശബ്ദമാക്കപ്പെട്ടു, അനേകം ജീവിതങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. അധികാരങ്ങളുടെ മധ്യേ ശബ്ദമുയർത്തുവാൻ കഴിയാതെ തകർന്നുപോയ അനേകം ജീവിതങ്ങളുണ്ട്. ഉയരുവാൻ ശ്രമിച്ച ശബ്ദങ്ങളൊക്കെ അടിച്ചമർത്തിയ അധികാരത്തിന്റെ ബലിഷ്ഠ കരങ്ങളുണ്ട്. ഈ വിധത്തിൽ പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു ജനത. അനേകം പേർ നിശബ്ദരായിരുന്നിടത്ത് ചിലരൊക്കെ ശബ്ദിപ്പാൻ തുടങ്ങി. കവികൾ തങ്ങളുടെ കവിതകളിലൂടെ തങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുവാനായിട്ട് തുടങ്ങി. പത്രപ്രവർത്തകർ, എഴുത്തുകാർ തങ്ങളുടെ എഴുത്തുകളിലൂടെ, തങ്ങളുടെ പത്രങ്ങളിലൂടെ അഴിമതികളുടെ യാഥാർത്ഥ്യങ്ങളെ ലോകത്തിനു മുമ്പിലേക്ക് വരച്ചു കാട്ടി. സ്വാതന്ത്ര്യ സമര സേനാനികൾ ശക്തമായി അഴിമതിക്കെതിരെ, അധികാരങ്ങൾക്കെതിരെ എഴുന്നേറ്റു. ഇത്തരം എഴുന്നേൽപ്പുകൾ, ഇത്തരക്കാരുടെ എഴുത്തുകൾ, ഇത്തരം ജനതയുടെ കവിതകൾ ഒരു വലിയ ജനതയുടെ ഉണർവിന് കാരണമായിട്ട് മാറി. അതൊരു ദേശത്തിന്റെ ഉണർവായി, ഒരു ദേശത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് മാറി. പ്രിയ ദൈവജനമേ, സ്വതന്ത്ര ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. സത്യത്തിൽ നാം സ്വതന്ത്രരാണോ? ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാരുടെ, അമ്മമാരുടെ ജീവിതത്തെ പീഡിപ്പിച്ച, തകർത്തു കളഞ്ഞ, അഴിമതികൾക്ക് ഇരയാക്കി മാറ്റിയ അതേ സാമ്രാജ്യ ശക്തികൾ മറ്റു രൂപത്തിലും ഭാവത്തിലും ഇന്നും നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും. സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നാം പറയുമ്പോഴും പലപ്പോഴും നാം സ്വാതന്ത്ര്യമില്ലായ്മയിലേക്ക്, അടിമത്വത്തിലേക്ക് വഴുതി വീഴുന്നുണ്ട്. അഴിമതികൾക്കെതിരെ, അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ ഇന്ന് നാം ഭയന്നു പോകുന്നുണ്ട്. നമുക്ക് ശബ്ദിപ്പാനായിട്ട് കഴിയുമോ? ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നാം നമ്മുടെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? മൗനമായിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ,
അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ നാം തയ്യാറാണോ? ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ അത് പ്രതിഷേധത്തിന്റെയും ആശ്വാസത്തിന്റെയും സൗഖ്യത്തിന്റെയും സങ്കീർത്തനങ്ങളായിരുന്നു. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ അത് പ്രതിഷേധത്തിന്റെയും സൗഖ്യത്തിന്റെയും ആശ്വാസത്തിന്റെയും സങ്കീർത്തനങ്ങൾ ആയിരുന്നു. ഇടയബാലനായ ദാവീദ് ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്ന് ഇസ്രായേൽ നിരയിലേക്ക് മടങ്ങി വരുമ്പോ ഇസ്രായേലിയ സ്ത്രീകൾ ഇപ്രകാരം പാടുന്നുണ്ട്: സൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഗോലിയാത്ത് എന്ന ഒരു വലിയ മല്ലനെ തകർക്കുമ്പോൾ തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം ലഭ്യമാകുമ്പോൾ ആ വിജയം ആഘോഷിക്കുകയാണ് ആ പെൺകുട്ടികൾ. എന്നാൽ അവർ ഉപയോഗിച്ചതായ ആ പദപ്രയോഗം സൗൽ എന്ന രാജാവിന് ഒരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. ഇസ്രായേലിന്റെ ശക്തനായ രാജാവായ ഞാൻ 1000 പേരെ കൊന്നു എന്ന രീതിയിൽ സ്തുതി ലഭിക്കുമ്പോൾ ഒരു ഇടയച്ചെറുക്കനായ ഒരു സാധാരണക്കാരനായ ദാവീദിന് 10,000 സ്തോത്രങ്ങളും സ്തുതികളും അവന് ലഭിക്കുകയാണ്. ഇത് സൗലിന് ദാവീദിനോട് അസൂയ തോന്നുന്നതിന് കാരണമായിട്ട് മാറി. അധികാരങ്ങൾ ഉള്ള സൗൽ രാജാവ് ദാവീദിനെ 2 വട്ടം കുന്തം എറിഞ്ഞ് കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഇടങ്ങളിലെല്ലാം ദാവീദ് വളരെ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ദൈവം അവനെ സംരക്ഷിക്കുന്നുവെന്നും ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ സുരക്ഷിതനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റൊരു തന്ത്രം സൗൽ പ്രയോഗിക്കുകയാണ്. തന്നോടൊപ്പം ചേർത്തു നിർത്തി അവനെ നശിപ്പിക്കുവാനുള്ള ശ്രമം. അതുകൊണ്ട് തന്നെ ദാവീദിനെ സൗൽ ഇസ്രായേലിന്റെ സഹസ്രാധിപനാക്കി മാറ്റി. തന്റെ പട്ടാളത്തിൽ സഹസ്രാധിപനായിട്ട് ദാവീദിനെ ഉയർത്തുകയാണ്. അവിടെയും അവസാനിക്കുന്നില്ല. ശത്രുവിന്റെ കരങ്ങളിലൂടെ ദാവീദ് കൊല്ലപ്പെടണം എന്ന ആഗ്രഹത്തിൽ പല ആവർത്തി ഫെലിസ്ത്യരുടെ അരികിലേക്ക് ദാവീദിനെ യുദ്ധത്തിനായിട്ട് അയക്കുന്നുണ്ട്. ആ ഇടങ്ങളിലെല്ലാം ദാവീദ് വിജയിക്കുകയാണ്. സൗൽ അവസാനം പറയുകയാണ്: എന്റെ മക്കളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം, മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചു തരാം എന്ന വാഗ്ദാനം ആദ്യം നൽകുന്നുവെങ്കിലും വീണ്ടും 2ാമത്തെ മകൾ മീഖാളിനെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം എന്ന് സൗൽ രാജാവ് ദാവീദിനോട് പറയുകയാണ്. പകരമായിട്ട് നീ നൽകേണ്ടുന്നത്, എന്റെ മകളെ ഞാൻ നിനക്ക് നൽകുന്നതിന് പകരം സ്ത്രീധനമായി നീ എനിക്ക് മടക്കി നൽകേണ്ടുന്നത് 100 ഫെലിസ്ത്യരുടെ അഗ്രചർമ്മമാണ്. 100 ഫെലിസ്ത്യരുടെ അഗ്രചർമ്മം എടുക്കുവാനായി ദാവീദ് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഫെലിസ്ത്യരുടെ കരങ്ങളാൽ ദാവീദ് കൊല്ലപ്പെടും എന്ന് സൗൽ കരുതി. എന്നാൽ അവിടെയും ദൈവത്തിന്റെ കൃപ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്നു. തന്റെ മകളെ ദാവീദിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോഴും വീണ്ടും വീണ്ടും ദാവീദിനെ കൊല്ലുവാനുള്ള ശ്രമങ്ങൾ സൗൽ നടത്തിക്കൊണ്ടേയിരുന്നു. ദാവീദിന് സ്വന്തം നാട് വിട്ടിറങ്ങി ഓടേണ്ടി വന്നു. തന്റെ ഭവനം ഉപേക്ഷിക്കേണ്ടി വന്നു. മരുഭൂമികളിലും വനങ്ങളിലും ഗുഹകളിലും പാർത്ത് തന്റെ പ്രാണന് വേണ്ടി അവൻ ഓടുമ്പോൾ ആ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ദാവീദ് കവിതകൾ എഴുതുവാൻ തുടങ്ങി, സങ്കീർത്തനങ്ങൾ എഴുതുവാനായിട്ട് തുടങ്ങി. താൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ തന്നെ കരുതുന്ന ദൈവത്തെക്കുറിച്ച് അവൻ എഴുതി. സൗൽ രാജാവിന്റെ കരാളകസ്തങ്ങളിൽ അകപ്പെട്ടു പോകാതെ തന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിലുള്ള തന്റെ വിശ്വാസത്തെയും ആശ്രയത്തെയും ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. അന്ധകാരത്തിന്റെ നടുവിലൂടെ തന്റെ ജീവിതം കടന്നു പോകുമ്പോഴും 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം പറയുന്നുണ്ട്: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുന്നില്ല. കൂരിലിന്റെ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുന്നില്ല. നീ എന്നോടുകൂടിയിരിക്കുന്നുണ്ട്. കർത്താവ്, നീ എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരനർത്ഥത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല എന്നാണ്. 42-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ ദാവീദ് തന്റെ ആത്മാവിനോട് പറയുകയാണ്: എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്തിനാണ്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ നീയും അവനെ സ്തുതിക്കും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയ ദൈവജനമേ, ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ തനിക്ക് ദൈവത്തിലുള്ള ആശ്രയം പ്രഖ്യാപിക്കുന്നതായിരുന്നു. തന്റെ പ്രതീക്ഷകളുടെ പ്രഖ്യാപനമായിരുന്നു. ഒരു രാജാവ് തനിക്കെതിരെ നിലനിൽക്കുമ്പോഴും തന്നെ കരുതുന്ന, തന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിലുള്ള തന്റെ ആശ്രയമാണ്. നിശബ്ദമായി പോയ അനേകം ജീവിതങ്ങൾക്ക് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ആശ്വാസമായി മാറി. 1000-ങ്ങളും 10,000-ങ്ങളും ഒരു ജനത മുഴുവനും ദാവീദിന്റെ സങ്കീർത്തനങ്ങളെ വാഴ്ത്തിപ്പാടുവാനായിട്ട് തുടങ്ങി. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ആ സങ്കീർത്തനങ്ങൾ ഇന്നും ജീവനുള്ള പ്രതീക്ഷയുടെ, പ്രതിഷേധത്തിന്റെ ശബ്ദമായിട്ട് ഉയരുന്നത് ജീവിത ഗന്ധിയായിരുന്നു അത്തരം സങ്കീർത്തനങ്ങൾ എന്നതാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട സൗൽ രാജാവ്, ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്നും നഷ്ടമാകുമ്പോൾ വചനം പറയുന്നു, അവനെ ദുരാത്മാവ് ഭരിക്കുകയാണ്. ഈ ദുരാത്മാവ് അഴിമതികളും അക്രമങ്ങളും ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ശബ്ദം നാം ഉയർത്തുന്നിടത്ത് ശബ്ദിപ്പാൻ കഴിയാതെ പോയ അനേകം പേർക്ക് തങ്ങളുടെ ശബ്ദങ്ങളെ ഉയർത്തുവാനുള്ള ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്.
അധികാരങ്ങൾ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, അനീതികൾക്ക് എതിരെ പോരാടുവാനും ശബ്ദം ഉയർത്തുവാനും സങ്കീർത്തനങ്ങൾ രചിച്ച് തന്റെ അനുഭവങ്ങൾ ദാവീദ് പങ്കുവയ്ക്കുവാനും ശ്രമിക്കുന്നിടത്ത് അനേകം ജീവിതങ്ങൾക്ക് ആശ്വാസമായി പ്രത്യാശയായിട്ട് മാറുകയാണ്. നിങ്ങളുടെ ശബ്ദം ഉയർത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അഴിമതികൾക്കെതിരെ ശബ്ദം ഉയർത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? ദാവീദ് ഇന്നലകളിൽ നമുക്കൊരു വലിയ മാതൃകയായിരുന്നുവെങ്കിൽ, വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു വലിയ മാതൃകയാണ് എങ്കിൽ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിലും ഇത്തരം ശബ്ദങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈയിടയ്ക്ക് ഏറെ വൈറലായ ഒരു വ്യക്തിയാണ് വേടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് എന്ന ചെറുപ്പക്കാരൻ. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സ്വപ്നഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദേശത്ത് ജനിച്ച, സ്വപ്നം കാണുവാൻ പോലും ഭയന്നു പോയ ഒരു ജനതയുടെ പ്രതിനിധി. തന്റെ യൗവന പ്രായത്തിൽ ഹിരൺദാസ് ശബ്ദിപ്പാൻ തുടങ്ങി. വേടൻ എന്ന് അവനെ വിളിച്ച് കളിയാക്കിയവരുടെ മധ്യേ ആ പേര് തന്നെ തന്റെ പേരാക്കി മാറ്റിക്കൊണ്ട് അവൻ പാടുവാനായിട്ട് തുടങ്ങി, അവൻ എഴുതുവാനായിട്ട് തുടങ്ങി. അവന്റെ എഴുത്തുകൾ അനേകം പേരുടെ ഹൃദയങ്ങളെ തകർക്കുന്ന ചാട്ടുളികളായിട്ട് മാറുകയാണ്. വേടന്റെ എഴുത്തുകൾ, വേടന്റെ കവിതകൾ ശ്രദ്ധിച്ചാൽ ആ കവിതകൾ അവന്റെ പ്രതിഷേധമാണ്, അവന്റെ അനുഭവങ്ങളാണ്, അവന്റെ വേദനകളാണ്. ഇന്നലകളിൽ അവനും അവന്റെ ജനതയും അനുഭവിച്ച വേദനകളും പീഡനങ്ങളും മനുഷ്യൻ എന്ന അംഗീകാരം പോലും ലഭിക്കാതെ ജാതീയമായ വേർതിരിവുകളൊക്കെ വളരെ ശക്തമായി വേടൻ തന്റെ കവിതകളിലൂടെ എഴുതി വയ്ക്കുകയാണ്. തന്റെ കവിതകളൊക്കെ നഗ്ന സത്യങ്ങളായിരുന്നു, ഫിൽട്ടർ ചെയ്ത എഴുത്തുകളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. നമുക്കറിയാം, നാം ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഈ ഫിൽറ്ററിങ്ങിന്റെ ഒരു കാലമാണ്. നമ്മളൊരു ഫോട്ടോ എടുത്താലും ആ ഫോട്ടോ നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ മുഖത്തിലെ ചുളിവുകളൊക്കെ മാറ്റി ഏറ്റവും മനോഹരമാക്കി ആ ഫോട്ടോയെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് എടുക്കുവാനായിട്ട് കഴിയും. യാഥാർത്ഥ്യങ്ങളെ, സത്യങ്ങളെ മറച്ചു വെച്ച് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭാവത്തിലേക്ക്, രൂപത്തിലേക്ക് അതിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും. ഫിൽറ്റർ ചെയ്ത എഴുത്തുകളായിരുന്നില്ല അവൻ്റേത്. നഗ്നമായ യാഥാർത്ഥ്യങ്ങളെ ധൈര്യത്തോടെ ഉച്ചത്തിൽ അവൻ പ്രഖ്യാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തന്റെ അമ്മയെക്കുറിച്ച്, തന്റെ ജനനത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. അത് പ്രകാരമാണ്: കോൺക്രീറ്റ് വനത്തിനോരത്ത് നവീന അടിമകൾ വാഴും നരകം പോലൊരിടത്ത് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി എന്നാണ്. എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളുടെ ഉദരത്തിൽ നിന്നും ഉടലെടുത്തത് പരുത്തിയല്ലല്ലോ എരിയും തീ എന്നാണ്. തന്റെ പാട്ടുകളെ, തന്റെ പ്രതിഷേധങ്ങളെ, തന്റെ കവിതകളെ കുറിച്ച് അദ്ദേഹം ആ വരിയിൽ പ്രകാരം ചേർക്കുന്നുണ്ട്: അവൻ പല തലമുറകളിൻ കാതുകളിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ എന്നാണ്. ഇന്നലകളിൽ പൂർവികന്മാർ നിശബ്ദമായി മാറിയൊരിടത്ത് ഇന്ന് പുതുതലമുറ അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന തലമുറയാണ്. വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ്, പ്രിയ ദൈവജനമേ, നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത് ഒരു വലിയ ചലഞ്ചാണ്. ഒരു സോഷ്യൽ റിഫോർമറായി തന്റെ സമൂഹത്തിൽ താൻ അനുഭവിച്ച പീഡനങ്ങളെയും അനീതികളെയും ഒരു 30 വയസ്സുകാരൻ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുവാൻ തയ്യാറാകുന്നിടത്ത്, പ്രിയ സഭയെ, പ്രിയ ക്രൈസ്തവ യുവതയെ, നിങ്ങൾ നിശബ്ദരാണോ? ശബ്ദിക്കുന്നവരാണോ? നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ അഴിമതിയും അക്രമങ്ങളും പീഡനങ്ങളും നിറയപ്പെട്ടതാണ്. കണ്ണിൻ മുൻപിൽ പീഡനങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ നിശബ്ദരായിട്ട് മാറുന്നുണ്ടോ? നിങ്ങളെപ്പോലും ചൂഷണം ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ ശബ്ദിക്കാതെ മാറിപ്പോകുന്നുണ്ടോ? ഭയമാണോ നിങ്ങളെ ഇപ്രകാരം മാറ്റി നിർത്തുന്നത്? വചനം പറയുന്ന പ്രകാരമാണ്. കർത്താവ് തന്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്: നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടും. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടും. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടുമെന്ന് പ്രഖ്യാപിച്ച ഗുരുനാഥന്റെ അനുയായികൾ തന്നെയാണോ നാം? പ്രിയ ദൈവജനമേ, നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിലും കല്ലുകളെ കൊണ്ട് ശബ്ദിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കല്ലുകളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്: ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണികളിൽ നിന്നും തുലാം ഉത്തരം പറയുകയും ചെയ്യും. ചുമരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണികളിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യും. യോശുവ 24-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ യോശുവ പ്രകാരം പറയുന്നുണ്ട്: ഇതാ നാം ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ കല്ലുണ്ടല്ലോ, ഇത് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയും എന്നാണ്. നിർജീവമാണ് എന്ന് നാം ചിന്തിക്കുന്ന, പ്രതികരിക്കാൻ കഴിയില്ല എന്ന് നാം ചിന്തിക്കുന്ന, ഒരിക്കലും അനങ്ങുകയില്ല, ചലിക്കുകയില്ല എന്ന് നാം ചിന്തിക്കുന്ന കല്ലുകളെയും മരപ്പണികളെയും കൊണ്ടുപോലും ശബ്ദിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നാം നിശബ്ദരായി മാറി എന്നതുകൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടില്ല എന്നല്ല. എന്നാൽ നമ്മുടെ വിളിയും
നമ്മുടെ നിയോഗവും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയ ദൈവജനമേ, ദൈവം നമ്മോട് ചോദിക്കുന്നത്, നിനക്ക് ശബ്ദമുയർത്തുവാൻ കഴിയുമോ? നീ ശബ്ദമുയർത്തുവാൻ തയ്യാറാണോ? അഴിമതികൾക്ക് എതിരെ, അക്രമങ്ങൾക്ക് എതിരെ, അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ പ്രിയ സഭയെ നാം തയ്യാറാണോ? പ്രിയമുള്ളവരെ, പലയിടങ്ങളിലും നമ്മെ നിശബ്ദമാക്കുന്ന പിശാചിന്റെ ചില തന്ത്രങ്ങളുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, തന്റെ മലപ്രസംഗത്തിൽ, തന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തന്റെ അരികിലായിരുന്ന ജനതയോട് പ്രകാരം പറയുന്നുണ്ട്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആ വചനപ്രകാരമാണ് പറയുന്നത്, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സേവിക്കും, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഒരേ സമയത്ത് സമ്പത്തിനെയും ദൈവത്തെയും സേവിപ്പാനോ സ്നേഹിപ്പാനോ കഴിയുകയില്ല. പ്രിയ സഭയെ, പ്രിയ ദൈവജനമേ, നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? ആരെയാണ് സ്നേഹിക്കുന്നത്? ദൈവത്തെയാണോ? പണത്തെയാണോ? അധികാരങ്ങളെ ആണോ? ദൈവത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അനീതികൾക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തും. ഈ ലോകത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, മാമോനെയാണ്, പണത്തിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, അധികാരങ്ങളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, പലയിടങ്ങളിലും നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾക്ക് താഴ്ത്തേണ്ടി വരും, നിശബ്ദമായിട്ട് ഇരിക്കേണ്ടി വരും. ആരിലാണ് നാം ആശ്രയം വച്ചിരിക്കുന്നത്? മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഈ സംഭാഷണങ്ങൾക്ക് ഒടുവിൽ കർത്താവ് പ്രകാരം പറയുന്നുണ്ട്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിനക്ക് ലഭിക്കും. മുൻപേ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക. ഈ ലോകം നിനക്ക് മുമ്പിൽ വയ്ക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അതൊക്കെയും നിനക്ക് നൽകുവാൻ ഈ ദൈവം ശക്തനാണ്. ഭൗതിക ആത്മീക നന്മകളെ നൽകുവാൻ ഈ ദൈവം ശക്തനാണ്. എന്നാൽ മുൻപേ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിപ്പാൻ നമുക്ക് കഴിയണം. നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിശബ്ദരായിരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ നീതിയുടെ ഭാഗമായിട്ട് മാറുന്നില്ല, ദൈവത്തിന്റെ നീതിയെ നാം അന്വേഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. നിത്യജീവൻ പ്രാപിപ്പാനായി കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്ന യൗവനക്കാരൻ കർത്താവിനെ സ്നേഹിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗരാജ്യം നിത്യജീവൻ നിനക്ക് ലഭിക്കും. അവൻ സമ്പന്നനാകിയാൽ അവൻ ദുഃഖത്തോടെ മടങ്ങി എന്നതാണ്. തനിക്കുള്ളത് വിട്ടുകൊടുക്കുവാൻ അവൻ തയ്യാറായില്ല. പണത്തെക്കാൾ അധികം, സമ്പത്തിനേക്കാൾ അധികം, അധികാരങ്ങളെക്കാൾ അധികം ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവരാജ്യത്തെ സേവിപ്പാൻ അവന് കഴിയാതെ പോയി. പ്രിയ ദൈവജനമേ, നിങ്ങൾ ഇന്ന് ആരെയാണ് സ്നേഹിക്കുന്നത്? ആരിലാണ് ആശ്രയം വച്ചിരിക്കുന്നത്? നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ സമ്പത്തിലാണോ? തകർന്നു പോകുന്ന ഈ ലോകത്തിലെ അധികാരങ്ങളിലാണോ? അത്തരം ആശ്രയങ്ങൾ നിങ്ങൾ നിശബ്ദരാക്കി മാറ്റുന്നുണ്ടോ? വചനം പറയുന്നു, നീ ഇന്ന് ആശ്രയം വെച്ചിരിക്കുന്ന ആശ്രയങ്ങളൊക്കെ തകർന്നു പോകുന്ന ഒരു ദിനമുണ്ട്. ആദിമസഭ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സഭയിൽ നൽകി എന്നാണ്. തനിക്കും തങ്ങളുടെ നാളേക്കും തങ്ങളുടെ മക്കൾക്കുമായിട്ട് അവർ കരുതി വെച്ചിരുന്നതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. കാരണം അവരുടെ വിശ്വാസം ഇതാണ്, എന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്, എന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്. ചിലയിടങ്ങളിലൊക്കെ നിങ്ങൾ നിശബ്ദരായി പോകുന്നത് നിങ്ങളുടെ നാളുകളെ ഓർത്താണ്, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്താണ്. അയ്യോ, ഞാൻ ശബ്ദിച്ചാൽ എന്റെ മക്കൾ പട്ടിണിയിലായി പോകും, പ്രതീക്ഷിക്കുന്ന നന്മകൾ എനിക്ക് ലഭിക്കാതെ പോകും, ഭൗതിക ജീവിതത്തിൽ ഞാൻ പിന്നിലേക്ക് മാറ്റപ്പെട്ടു പോകും. ആരിലാണ് നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്? ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നുവെങ്കിൽ വാലല്ല തലയാക്കി മാറ്റുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഭൗതിക ആത്മീയമായ നന്മകളാൽ നമ്മെ നിറയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രിയ ദൈവജനമേ, നമ്മുടെ മക്കളുടെ ഭാവി നാം അവർക്ക് വേണ്ടി ഒരുക്കുന്ന സമ്പത്തിലോ, നാം അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിലോ, അവർക്ക് വേണ്ടി വാങ്ങിക്കൂട്ടുന്ന വസ്തുവകകളിലോ അല്ല, ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ ഭയപ്പെടാതെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് ചിലയിടങ്ങളിലൊക്കെ അനീതികളെ മറച്ചു വയ്ക്കുന്നത് ചില ദാനധർമ്മങ്ങളാണ്. ചിലർക്ക് ചിന്തിക്കുന്നത് അഴിമതികൾ ചെയ്യുമ്പോഴും അക്രമങ്ങൾ ഞാൻ നടത്തുമ്പോഴും അനേകം പേരുടെ നീതിയെ, അവകാശങ്ങളെ ഞാൻ നിഷേധിക്കുമ്പോഴും കുറച്ച് ചാരിറ്റി ചെയ്താൽ, കുറച്ച് ദാനധർമ്മങ്ങൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഈ തെറ്റുകളെയൊക്കെ മറച്ചു വയ്ക്കുവാനായിട്ട് കഴിയും എന്നാണ്. കായംകുളം കൊച്ചുണ്ണിമാരെ പോലെ അയ്യോ മോഷ്ടിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടല്ലോ എന്ന് ന്യായം പറയുന്നവരായിട്ട് നാം ഇന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവജനമേ, ആരുടെ പക്ഷത്താണ് നാം ആയിരിക്കുന്നത്? നീതിയുടെ പക്ഷത്താണോ
അനീതിയുടെ പക്ഷത്താണോ? സഭ ഇന്ന് ഉണരേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. സഭ ശബ്ദമുയർത്തേണ്ടുന്ന ഒരു കാലത്താണ്. അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടുന്ന ഒരു കാലം. ആമോസ് പ്രവാചകൻ തന്റെ പ്രവചനത്തിൽ 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞ് ഒഴുകട്ടെ. ന്യായം വെള്ളം പോലെ, നീതി കവിഞ്ഞൊഴുകുന്ന തോടുകളായിട്ട് മാറ്റപ്പെടണം. ആ വിധത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിട്ട് ദൈവജനം മാറണം എന്നതാണ്. ജ്ഞാനിയായ സലോമോൻ സദൃശവാക്യങ്ങളിൽ 31-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഊമന് വേണ്ടി നിന്റെ വായ് തുറക്കാം, ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായ് തുറന്ന് നീതിയോടെ ന്യായം വിധിക്കാം. എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്കാം. എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്കാം. ഊമന് വേണ്ടി നിന്റെ ശബ്ദം ഉയർത്തുക. ക്ഷയിച്ചു പോകുന്ന, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക. നിന്റെ വായ് തുറന്ന് നീതിയോടെ വിധിക്കുക എന്നതാണ്. കർത്താവ് സഭയുടെ മേൽ നൽകിയിരിക്കുന്ന ദൗത്യം വളരെ വലുതാണ് എന്ന് തിരിച്ചറിയണമേ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അത് നിശബ്ദമായിരിക്കേണ്ടുന്ന കാലമല്ല, നിശബ്ദതയെ തകർത്തുകളയേണ്ടുന്ന കാലം, അനീതിക്കെതിരെ ശബ്ദം ഉയർത്തേണ്ടുന്ന കാലം. ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. കൂരിലിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും ഒരർത്ഥവും ഭയപ്പെടുന്നില്ല എന്ന് ദാവീദ് തന്റെ ജീവിതാനുഭവത്തിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷയായി, പ്രത്യാശയായിട്ട് മാറട്ടെ. ഒരു പുതിയ ചൈതന്യമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഈ സങ്കീർത്തനങ്ങൾ പ്രവർത്തിക്കട്ടെ. വേടന്റെ കവിതകൾ ഇന്ന് നാം അധിവസിക്കുന്ന ഈ കാലഘട്ടത്തിലെ അഴിമതികളെയും അക്രമങ്ങളെയും വിളിച്ചോതുന്നത് ആണ് എങ്കിൽ, ഒരു സാധാരണക്കാരനായ ഒരു 30 വയസ്സുകാരൻ തന്റെ ശബ്ദം ഉയർത്തുന്നത് പോലെ സ്വന്തം ശബ്ദം ഉയർത്തുവാൻ സഭ എവിടെയെങ്കിലും മറന്നു പോകുന്നുണ്ടോ? പ്രിയ യുവതി യുവാക്കളെ, പ്രിയ ക്രൈസ്തവ യുവതയെ, നിങ്ങൾ നിശബ്ദരാണോ? നിങ്ങൾ നിശബ്ദരാണോ? ഈ കാലഘട്ടം നമ്മെ നിശബ്ദരായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായിട്ട് മാറുവാൻ, ഈ കാലഘട്ടത്തിലെ പ്രവാചകന്മാരായിട്ട് മാറുവാൻ, ഈ കാലഘട്ടത്തിലെ അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരായിട്ട് മാറുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും നിശബ്ദരായിട്ട് മാറുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങളുടെ ശബ്ദം ഉയർത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ശബ്ദം ഉയർത്തുവാൻ തയ്യാറാകുന്നിടത്ത് നിശബ്ദമായി പോയ അനേകം ജീവിതങ്ങൾക്ക് തങ്ങളുടെ ശബ്ദം ഉയർത്തുവാനുള്ള പ്രേരണയായിട്ട് മാറും. കർത്താവിന്റെ വരവ് ഏറെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അഴിമതികളും അക്രമങ്ങളും നിറമാടുന്ന ഒരു കാലഘട്ടത്തിൽ, അത് ഭൗതികാത്മീയ നേതൃത്വങ്ങളിൽ പോലും നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ, അനീതികൾക്ക് എതിരെ വിരൽ ചൂണ്ടുന്നവരായി, അക്രമങ്ങൾക്കും അഴിമതികൾക്കുമെതിരെ ശബ്ദമുയർത്തുന്നവരായി ദൈവ ശബ്ദമായിട്ട് മാറുവാൻ, ഈ കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദങ്ങളായിട്ട് മാറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.